ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോൾ ഒരു കുഞ്ഞു മക്കള് വീണ് കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യണത്? ഇപ്പം ഒരു ചെയറിൽ തട്ടിയാണ് വീഴുന്നത്, അല്ലെങ്കിൽ ഒരു ചുമരിൽ ഇടിച്ചു, അങ്ങനെയാവുമ്പോൾ നമ്മൾ എന്താ ചെയ്യണേ? നമ്മൾ പാരൻസ് ഓടി ചെന്ന് കുഞ്ഞുങ്ങളെ എടുത്തിട്ട് നമ്മൾ ഒന്നുകിൽ ചെയറിന് അടി കൊടുക്കും, അതല്ല ചുമരിന് അടി കൊടുക്കും, അല്ലേ? അപ്പോൾ കുഞ്ഞു മക്കൾ പഠിച്ചു വരുന്ന എന്താ? ഈ കുഞ്ഞിന്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെങ്കിലും നമ്മൾ അടി കൊടുക്കുന്നത് അല്ലെങ്കിൽ വഴക്കൊന്ന് പറയുന്നത് ആരെയാ? ആ ഒരു ചെയറിനെയും അല്ലെങ്കിൽ ആ ചുമരിനെയും ആണല്ലേ. അപ്പൊ നമ്മൾ ഈ മക്കൾ പഠിച്ചു വരുന്നത് ഇപ്പോൾ അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആണെങ്കിലും അത് മറ്റുള്ളവരുടെ തലയിൽ കൊണ്ടിടാനാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പൊ അത് ശരിയാണോ? അല്ല. കുഞ്ഞു പ്രായത്തിൽ അറിയില്ല, കുറച്ചും കൂടെ വളർന്നു വരുന്ന സമയത്ത് അവർക്ക് ഇങ്ങനെ ഒരു കാര്യം ലൈഫിൽ സംഭവിച്ചാൽ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് കാണിക്കും. മാത്രമല്ല, ആ തെറ്റ് മറ്റുള്ള ആളിന്റെ തലയിൽ കൊണ്ടിടാനായിരിക്കും അവർ കൂടുതലും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ശീലിപ്പിക്കുന്നത് ഒരു കാരണവശാലും നല്ലൊരു കാര്യമല്ല. നമ്മൾ അങ്ങനെ ഇപ്പോ കുഞ്ഞിന്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് ചെയറിൽ നിന്ന് വീഴുന്നത് എങ്കിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക. നമ്മൾ വിചാരിക്കും, അയ്യോ, 1 വയസ്സല്ലേ ആയുള്ളൂ, 1.5 വയസ്സല്ലേ ആയുള്ളൂ, 2 വയസ്സല്ലേ ആയുള്ളൂ, ഇതൊന്നും പറഞ്ഞില്ല അവന് മനസ്സിലാവില്ല അല്ലെങ്കിൽ അവൾക്ക് മനസ്സിലാവില്ല എന്ന്. പക്ഷെ അത് തെറ്റാണ്. കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ ഈ വക കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അതിനോട് കൂടിയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി കൂടുകയും മാത്രമല്ല, ഒരു ഫെയിലുവർ അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ തന്നെ ആ ഒരു തെറ്റ് സ്വന്തമായിട്ട് അക്സെപ്റ്റ് ചെയ്യാനും ആ തെറ്റ് മനസ്സിലാക്കി പിന്നീട് ആ തെറ്റിലേക്ക് പോവാതിരിക്കാനും കുഞ്ഞുങ്ങൾക്ക് നമ്മൾ സഹായിക്കുന്നുണ്ട്. അതിന് നമ്മൾ ഈ വക കാര്യങ്ങൾ ചെയ്തു കൊടുക്കാതിരിക്കുക. കാരണം വേറൊരാളുടെ തലയിലോട്ട് ഈ ഒരു കാര്യം ഇടുക അല്ലെങ്കിൽ ആ ഒരു തെറ്റെടുത്തിടുന്നത് അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, കുഞ്ഞുങ്ങളിൽ പഠിച്ചു വളരുന്ന ഒരു തെറ്റായ ഒരു കാര്യമാണ്. അപ്പൊ ഫ്യൂച്ചറിൽ അവൾ വളർന്നു വരുന്ന സമയത്ത് ഈ ഒരു രീതിയിലായിരിക്കുമ്പോൾ സ്കൂളിൽ പോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ ഇറക്കുമ്പോഴാണെങ്കിലും അവർ ഈ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഈ ഒരു ബിഹേവിയറിലായിരിക്കും വളർന്നു വരുന്നത്. നമ്മൾ അങ്ങനെ ശീലിപ്പിക്കാതിരിക്കുക. അപ്പോൾ കുഞ്ഞുങ്ങളോട് നമ്മൾ യഥാർത്ഥമായ കാര്യം അല്ലെങ്കിൽ കറക്റ്റ് കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. തെറ്റും ശരിയും എന്താണെന്നുള്ളത് കുഞ്ഞു പ്രായത്തിലെ തന്നെ കുഞ്ഞുങ്ങളെ നമ്മൾ ശീലിപ്പിക്കുക. റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുപ്പിക്കുക. അത് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക. അവരുടേതായ തന്നെ ഇപ്പൊ സ്കൂളിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ പ്ലേ സ്കൂളിലൊക്കെ പോയിട്ട് അവൻ്റെതായ ബാഗ് ഇരിക്കേണ്ട സ്ഥാനത്ത് കൊണ്ടുവയ്ക്കാനായിട്ട് പറയിപ്പിക്കുക അല്ലെങ്കിൽ പഠിപ്പിക്കുക. മാത്രമല്ല, ചപ്പൽ ഊരിയിടേണ്ട സ്ഥാനത്തിടുക, ഡ്രസ്സ് ഊരിയിടേണ്ട സ്ഥാനത്തിടുക. ഇതെല്ലാം നമ്മൾ കുഞ്ഞിലേ തന്നെ ശീലിപ്പിക്കണം. കാരണം നമുക്കൊരു പഴഞ്ചൊല്ല് അറിയാം അല്ലെ, ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. കാരണം ഈ ഒരു ചെറുപ്രായത്തിലേ നമ്മൾ ശീലിപ്പിക്കുന്നതാണ് കുഞ്ഞുങ്ങളിലെ മുതിർന്നും അവരുടെ ഫ്യൂച്ചറിലും അവര് കൂടുതലും അത് ശീലിക്കുന്നത്. സോ എല്ലാ പാരൻസിനും ഞാൻ പറഞ്ഞ സജഷൻസ് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ്. വീണ്ടും അതുപോലെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് ഇതുപോലത്തുള്ള ടിപ്സും അല്ലെങ്കിൽ ഇതുപോലത്തുള്ള അവയർനെസ്സും വേണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ടാറ്റാ.